18 വർഷം മുൻപ് ആലപ്പുഴ മാന്നാറിൽ നിന്ന് കാണാതായ യുവതിയെ കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം. 20 വയസ്സുണ്ടായിരുന്ന കല എന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ 5 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. സ്ഥലത്ത് പോലീസ് പരിശോധന നടത്തുകയാണ്. ഷൈജു വിവരങ്ങൾ നൽകും. ഷൈജു, പരിശോധന എന്തായി? കുറ്റകൃത്യം നടന്നെന്ന വിവരം പോലീസിന് ലഭിക്കുന്നത് 2 മാസം മുമ്പ് ഒരു ഊമക്കത്തിലൂടെയാണ്. ഇപ്പോൾ തഹസിൽദാരും പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. സെപ്റ്റി ടാങ്ക് പൊളിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. വീട് പുതുക്കി പണിതിരുന്നു, എന്നാൽ ശുചിമുറി പൊളിച്ചില്ല. നാട്ടുകാർ ചോദിച്ചപ്പോൾ വാസ്തു പ്രശ്നമെന്നായിരുന്നു കുടുംബക്കാരുടെ മറുപടി. കലയുടെ ഭർത്താവ് ഇപ്പോൾ വിദേശത്താണ്, ഇസ്രയേലിലാണ് ഉള്ളത്. കലയുടെ ഭർത്താവിനെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഷൈജു വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഷൈജു, പരിശോധന എന്തായി? രേഷ്മ, പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പോലീസിന്റെ നേതൃത്വത്തിൽ ഉള്ള വിശദമായ ഒരു പരിശോധനയിലേക്കാണ് ഇപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു പരിശോധന നേരത്തെ തന്നെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ളത്. കാരണം 2 ആഴ്ചയിലേറെയായി പ്രദേശം കേന്ദ്രീകരിച്ച് ചില നിരീക്ഷണങ്ങൾ പോലീസ് നടത്തുന്നുണ്ട്. ആ നിരീക്ഷണത്തിന്റെ കൂടി ഫലമാണ് ഈ അന്വേഷണത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അത്തരം ഒരു പരിശോധന, ഈ പരിശോധന നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക ക്രമീകരണങ്ങൾ അടക്കം പോലീസ് നടത്തിയിരുന്നു. ആ ക്രമീകരണങ്ങൾ നടത്തിയതിനു ശേഷമാണ് പോലീസ് അത്തരം ഒരു പരിശോധനയിലേക്ക് കടന്നത്. കാരണം തഹസീൽദാർ, അതോടൊപ്പം തന്നെ RDO അടക്കമുള്ളവരുടെ അനുമതി ലഭ്യമാവേണ്ടതുണ്ടായിരുന്നു. ആ ലഭ്യമായ ശേഷം അത് വളരെ കൃത്യമായി ക്രമീകരിച്ചതിന് ശേഷമാണ് ഇന്ന് ഉച്ചയോടുകൂടി സ്ഥലത്തേക്ക് പോലീസ് എത്തുന്നത്. പോലീസ് എത്തി ഈ അന്വേഷണത്തിലേക്ക്, പരിശോധനയിലേക്ക് കടക്കുന്നത്. ഈ സെപ്റ്റി ടാങ്ക് പൊട്ടിക്കുക, അതോടൊപ്പം തന്നെ അതിന് പരിസരത്ത് കുഴിയെടുക്കുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ സെപ്റ്റി ടാങ്കിൽ നിന്നും അതിന്റെ മാലിന്യങ്ങൾ പുറത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനമടക്കം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ആ വാഹനം നമുക്ക് ദൃശ്യത്തിൽ കാണുകയും ചെയ്യാം. എന്നാൽ ഈ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് ആരെയും അങ്ങോട്ട് കയറ്റിവിടുന്നില്ല. അത്രത്തോളം സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. ഇവിടെ തടിച്ചുകൂടി നിൽക്കുന്ന നാട്ടുകാരുണ്ട്. ഈ നാട്ടുകാരടക്കം ഉള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ പ്രദേശം കൃത്യമായി അടച്ച് വെച്ചുകൊണ്ടാണ് പോലീസ് പരിശോധന നടത്തുന്നത്. മണ്ണുമാന്തി യന്ത്രമുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വാഹനം അടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ പോലീസ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറോളം സമയമായി നടക്കുന്ന പരിശോധനയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഷൈജു, കേൾക്കുന്നുണ്ടോ? ഇപ്പോൾ ഈ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്? ഷൈജുവിലേക്ക് വരാം. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പോലീസിന്റെ പരിശോധന തുടരുകയാണ്. 18 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കൊലപാതകമാണ് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത്. ഒരു സിനിമാ കഥയേക്കാൾ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കഥയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 18 വർഷം മുൻപാണ് കലയെ കാണാതാകുന്നത്. അടിമുടി ദുരൂഹതകൾ അന്നുണ്ടായിരുന്നെങ്കിലും തെളിവുകളുടെ അഭാവത്തിലൊക്കെ ഈ കേസ് അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ 2 മാസം മുൻപ് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം ഇതുവരെ എത്തി നിൽക്കുന്നത്. ഷൈജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷൈജു, ഇപ്പോൾ ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്?
രശ്മ, അത് സംബന്ധിച്ച ഒരു വിവരം നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നില്ല. ഈ വീട്ടിലിപ്പോൾ അനിൽകുമാർ വിദേശത്താണ് ഉള്ളത്. ഈ വിദേശത്ത് ഉള്ള അനിൽകുമാറിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലീസ് സമാന്തരമായി നടത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അനിൽകുമാറിന്റെ കാറിലായിരുന്നു ഈ മൃതദേഹം ഉണ്ടായിരുന്നത് എന്നൊരു മൊഴി ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. കൂടുതൽ ബന്ധുക്കൾക്ക് വിവരം അറിയാമായിരുന്നുവെന്നും കലയെ കൊല്ലപ്പെട്ട് 2 മാസത്തിന് ശേഷം അനിൽകുമാർ പുനർവിവാഹം നടത്തി എന്നും കലയും അനിൽകുമാറും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെന്നും കലയെ കാണാതായ ശേഷം കലയുടെ ബന്ധുക്കൾ പരാതി നൽകിയില്ല എന്ന കാര്യവും ആണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ്. ഇത് ഈ കസ്റ്റഡിയിലുള്ള 5 ആളുകളുണ്ട്. ഇവരിൽ നിന്നുമുള്ള ചോദ്യം ചെയ്ത് കിട്ടിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൊലപാതകമാണ് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് അനിൽകുമാറിന്റെ കാറിലാണ് ഈ മൃതദേഹം ഉണ്ടായിരുന്നതെന്ന് ഇതിലൊരാൾ മൊഴി നൽകിയതായും സൂചനയുണ്ട്. ഏതായാലും അനിൽകുമാർ ആണ് പരാതി നൽകിയത്. എന്നാൽ ഈ പരാതി നൽകാൻ കലയുടെ കുടുംബം തയ്യാറായി മുന്നോട്ട് വന്നിട്ടില്ല എന്ന ഒരു കണ്ടെത്തലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയൂ. ഏതായാലും ഈ കൊലപാതകമാണ് എന്ന തരത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ്. കാരണം ഏറെക്കുറെ കാര്യങ്ങൾ ഉറപ്പിച്ചും ഈ മൊഴികൾ ലഭിച്ചതിന്റെയുമൊക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരം ഒരു പരിശോധനയിലേക്ക് നീങ്ങിയത്. കാരണം പഴുതടച്ച ഒരു അന്വേഷണം, ഒരു 15-18 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ പുനരന്വേഷണം, ഈ പുനരന്വേഷണം നടക്കുന്നത് അങ്ങേയറ്റം രഹസ്യ സ്വഭാവത്തിലാണ് എന്ന രീതി, അതിൽ പോലീസ് പുലർത്തിയ ഒരു ജാഗ്രത, ആ ജാഗ്രതയുടെ ഫലം കണ്ടു എന്ന ഒരു രീതിയിലാണ് പോലീസിന് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നത്. ഈ വീടിനോട് ചേർന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ പരിശോധന, ആ സെപ്റ്റിക് ടാങ്ക് നോക്കുന്ന ഈ വീടിനോട് ചേർന്ന് ആ ശുചിമുറി, ഒരു പഴയ ശുചിമുറിയായിരുന്നു. ഈ ശുചിമുറി പൊളിക്കാതെയാണ് പുതിയ വീട് നിർമ്മിക്കുകയും ചെയ്തിട്ടുള്ളത്. ഈ വീട് നിർമ്മിച്ചെങ്കിലും ഈ വാസ്തുവിന്റെ പേരിലാണ് ഇത് പൊളിക്കാതിരുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിച്ചു എന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന, ആ പരിശോധനയിൽ പോലീസ് സ്വീകരിക്കുന്ന രീതികൾ നമുക്ക് കാണാൻ സാധിക്കും. ഫോട്ടോഗ്രാഫർമാരെ, പോലീസിന്റെ തന്നെ ഫോട്ടോഗ്രാഫർമാരെ കൊണ്ടുവന്ന് ഓരോ ഭാഗവും ചിത്രത്തിൽ പകർത്തി അടക്കം ഉള്ള ഒരു പരിശോധന. അതോടൊപ്പം തന്നെ ചെങ്ങന്നൂർ ഡിവൈഎസ്പി അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഇതിന് സാന്നിധ്യം ഉണ്ട്. അതടക്കമുള്ള ആളുകൾ ഇതിനകത്തേക്ക് നിന്നുകൊണ്ട് അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇപ്പോഴും ഈ കുഴിയെടുത്തുള്ള ഒരു പരിശോധനാ രീതിയാണ് നടക്കുന്നത്. കാരണം സെപ്റ്റിക് ടാങ്ക് പരമാവധി പരിശോധിക്കുക എന്ന രീതിയിലേക്കാണ് പോലീസ് ഇപ്പോൾ മാറുന്നത്. അതുകൊണ്ട് തന്നെ പരിശോധന പരമാവധി പൂർണ്ണതോതിൽ എത്തിച്ച് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പിൾ ഇവിടെ നിന്ന് ലഭിക്കുമോ എന്ന ഒരു അന്വേഷണമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീവ്ര ഒരു ശ്രമമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതനുസരിച്ചിട്ടുള്ള ഒരു അന്വേഷണവും പരിശോധനയുമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നത്. യുവതിയുടെ ആലപ്പുഴയിൽ നിന്ന് യുവതിയെ കാണാതായത് 18 വർഷം മുൻപാണ്. അതിലിപ്പോൾ ദുരൂഹതകൾ നീങ്ങുകയാണ് പോലീസ്. 2 മാസം മുൻപ് പോലീസിന് ലഭിച്ച ഒരു ഊമക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. അത് ഈ യുവതി താമസിച്ചിരുന്ന വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 20 വയസ്സുള്ള കലയെ കൊന്നു കുഴിച്ചു മൂടി എന്ന സംശയമാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. അതിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. നദൽ സീതാർ അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. പോലീസിന്റെ കാര്യമായ പരിശോധനകൾ തുടരുകയാണ്. ഷൈജു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷൈജു, ഈ കലയുടെ ഭർത്താവ് എവിടെയാണുള്ളത്? അയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചോ പോലീസ്? ഷൈജു, കേൾക്കാമോ? പരിശോധന എന്തായി?
രശ്മ, പരിശോധന ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് ആരംഭിച്ച പരിശോധനയാണ്. ആ പരിശോധന ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഒരു മതിലിനോട് ചേർന്ന് വീടിനോട് സമീപത്തായിട്ടുള്ള സെപ്റ്റിക് ടാങ്ക്, വീട് പുതുതായി വെക്കുമ്പോൾ ഈ വീട്ടിൽ നിന്നും ഈ പഴയ ശുചിമുറി പൊളിക്കാതെയാണ് സാധാരണ ഇത്രയും മുന്നിൽ, വീടിന്റെ ഏറെക്കുറെ മുൻഭാഗത്താണ് ഇത് വരുന്നത്. എന്നിട്ട് പോലും ഈ ശുചിമുറി പൊളിക്കാതെയാണ് ഇവിടെ ഈ വീട് പണിതത്. അതിന് കാരണമായി അനിൽകുമാർ പറഞ്ഞതായി കേൾക്കുന്നത് ഇത് വാസ്തുവിന്റെ ഇതനുസരിച്ചുള്ള നിർമ്മാണമാണ്, അതുകൊണ്ട് ഇത് പൊളിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ഏതെങ്കിലും വിവരം ഇവിടെ നിന്ന് ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴും ഉള്ളത്. കാരണം ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടിച്ച് അത് ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അതിൽ നിന്നും അവശിഷ്ടങ്ങൾ കോരിയെടുക്കുക, അതോടൊപ്പം തന്നെ ഇത് മറ്റൊരു വാഹനം, സാധാരണ ഈ സെപ്റ്റിക് ടാങ്കിൽ നിന്നും അവശിഷ്ടങ്ങൾ എടുക്കുന്ന വാഹനം എത്തിച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്തുമുള്ള ഒരു പരിശോധനയിലേക്കാണ് പോലീസ് ഇനി കടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന. അത്തരത്തിലുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടി നിൽപ്പുണ്ട്. ഈ ജനക്കൂട്ടത്തെ അതോടൊപ്പം തന്നെ മാധ്യമങ്ങളെ ഒക്കെ മാറ്റി നിർത്തിയാണ് ഈ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു തെളിവ് ഇവിടെ ലഭിക്കും എന്ന ഒരു പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം പോലീസിന് അത്ര സ്ഥിരീകരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള മൊഴി ലഭിച്ചിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണത്തിന്റെ ഒരു തുമ്പ് ഇവിടെ നിന്ന് ലഭിക്കും. അത് ലഭിച്ചാൽ ഈ അന്വേഷണത്തിന്റെ പൂർണ്ണതയിലേക്ക് കടക്കുന്ന തരത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ അവസാനപ്പെട്ട ശ്രമവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2-3 ദിവസം, ഏതാണ്ട് ഒരാഴ്ചയോളം കാലമായി മഫ്തിയിൽ പോലീസ് ഈ പ്രദേശത്ത് വന്നു പോകുന്നുണ്ട്. കാരണം ഈ അതീവ രഹസ്യമായി നടത്തിയ ഒരു അന്വേഷണം, കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഭൂമക്കത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണം അതിന്റെ ഏറ്റവും നിർണായകവും വഴിത്തിരിവിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴെന്ന് പറയേണ്ടി വരും. ആ അർത്ഥത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ കടക്കുന്നത്. പോലീസ് ഈ അന്വേഷണം, ഈ പരിശോധന, ഈ സെപ്റ്റിക് ടാങ്കും അതിന്റെ പരിസരമൊക്കെ പരിശോധനയ്ക്ക് വേണ്ടിയിട്ടുള്ള സാങ്കേതിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമുള്ള ഒരു പരിശോധനയിലേക്കാണ് കടന്നത്. അത്രത്തോളം പഴുതടച്ച ഒരു അന്വേഷണ സംവിധാനം അതാണ് പോലീസ് നടത്തിയിട്ടുള്ളത്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടന്നത്. ഈ അന്വേഷണം നടന്നത് അമ്പലപ്പുഴ സിഐയുടെ നേതൃത്വത്തിലാണ്. ആ അർത്ഥത്തിൽ പോലീസിന്റെ എല്ലാ സംവിധാനങ്ങളും വളരെ ജാഗ്രതയോടുകൂടി നടത്തിയ അന്വേഷണത്തിന്റെ ഒരു ഫലം അവർ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം അതിന്റെ പരിശോധനകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ കാര്യക്ഷമമായ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് കുഴിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുകയാണ്. ഏറ്റവും നിർണായകമാകുന്നത് ഈ പരിശോധനയാണ്. ശരീരാവശിഷ്ടങ്ങൾ, മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്താൽ കൊലപാതകമാണ് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കും. ഏറ്റവും നിർണായകമായ തെളിവ് കൂടിയാകും ഈ കേസിൽ. യു ഷൈജുവാണ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.